ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയുടെ ഒരു ടാഗായിട്ട് വന്നത്. പക്ഷേ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒരു നല്ല മേക്കിങ്ങുള്ള, അത് ഇന്ദ്രനീൽ രാഹുൽ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ സംവിധായക എഴുത്തുകാരുമാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചത്. അത് നമ്മൾ ഈ ഇൻ്റർവ്യൂകളിലും ഇങ്ങനെ ഇവിടെയാണ് അറിഞ്ഞത്, അവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഗൈസ്, നിങ്ങൾ അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. കാരണം സൂപ്പറായിരുന്നു, നല്ല പടമായിരുന്നു, നല്ലായിരുന്നു, നല്ല സൂപ്പർ അഭിനയമായിരുന്നു. പഴയ ധ്യാനാണ് ഈ പുതിയ 2.0 നല്ല പടം കൊള്ളാം. നല്ല ത്രില്ലർ പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി പടം. ആ കോമഡിയും ത്രില്ലറും എല്ലാം ഉണ്ട്. യൂട്യൂബിൻ്റെ പുതിയ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മലയാളത്തിൽ മികച്ച 2 സിനിമകളാണ് ഇറങ്ങുന്നത്. ടോവിനോ തോമസിൻ്റെ നരിവേട്ടയും ധ്യാൻ ശ്രീനിവാസൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും. രാഹുൽ ജിയും ഇന്ദ്രനീൽ ജിക്കും എഴുതി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ധ്യാന് പുറമെ ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്നുണ്ട്. സിജു വിൽസനും ഒരുപാട് താരങ്ങൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ 4 പ്രധാന ആൾക്കാരും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ റിവ്യൂ ചോദിച്ചറിയാം. നിങ്ങൾ ഈ പടം കാണാൻ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ റിവ്യൂലിട്ട് പോവാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസൻ 2.0 എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയുടെ ഒരു ടാഗായിട്ട് വന്നത്. പക്ഷേ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒരു നല്ല മേക്കിങ്ങുള്ള, അത് ഇന്ദ്രനീൽ രാഹുൽ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ സംവിധായക എഴുത്തുകാരുമാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചത്. അത് നമ്മൾ ഈ ഇൻ്റർവ്യൂകളിലും ഇങ്ങനെ ഇവിടെയാണ് അറിഞ്ഞത്, അവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഗൈസ്, നിങ്ങൾ അടിപൊളി വർക്കാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ നമുക്കറിയാമല്ലോ. ഞാനിപ്പോൾ നമ്മൾ നേരെ അങ്ങ് കമ്പയർ ചെയ്യുക, ഇങ്ങനെയുള്ള ഒറിജിനൽ സ്റ്റോറീസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഫാൻറ്റസി ഹോളിവുഡിലൊക്കെ വരാറില്ല. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നടക്കുന്ന കഥ, അത് മിന്നൽ മുരളി ആ ഒരു ടൈപ്പ്. ഇതിനകത്തൊരു പ്ലാച്ചിക്കാവ് പറയുന്ന ഒരു ഗ്രാമവും അവിടെ നടക്കുന്ന ഒരു സീരിയൽ കില്ലർ, അവിടെ ഒരു സീരീസ് ഓഫ് കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പോൾ അത് അന്വേഷിക്കുന്നു. ഒരേ സമയം തന്നെ ഈ ഗ്രാമപ്രദേശത്തിന് ഓരോ ആൾക്കാരും നമുക്ക് വളരെ പരിചയമാണെന്ന് ഫീൽ ചെയ്യിപ്പിക്കാനും ഡയറക്റ്റ് കഥയിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഡിറ്റക്റ്റീവ് പടങ്ങളുടെ ആ ഒരു ടെൻഷൻ നിലനിർത്താനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇല്ല, ക്യാമിയോ വേണ്ട. ഈ സിനിമയുടെ ക്യാമിയോ എന്ന് പറയുന്നത് ഇതിൻ്റെ മേക്കേഴ്സാണ്. അതുകൊണ്ട് നമുക്കൊരു ഫ്രഷ് അനുഭവമാണ് സിനിമ സമ്മാനിച്ചത്. കാരണം ഈ പുതിയ തലമുറ ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ മടിക്കുമെങ്കിലും പിന്നെ നമുക്ക് ആ ഒരു ഫ്രഷ് കൺസെപ്റ്റ് അങ്ങ് പിടിച്ചു പോയി. നമ്മളൊരു സെക്കൻഡ് ഹാഫിലേക്ക് കിടക്കുമ്പോൾ അത് മേക്കിങ്ങിൻ്റെ പീക്കാണ്. അത് RC എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. മ്യൂസിക്കൊക്കെ പക്കയാണ്. അതുപോലെ ഇതിനകത്ത് അവസാന സമയത്തേക്കാണ് ഇതിനകത്തുള്ള നമ്മൾ ഒരു ആൻറ്റഗോണിസ്റ്റ്, അതായത് വില്ലൻ ക്യാരക്ടറിനെ, അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിനൽ സ്റ്റോറിയൊക്കെ ഉണ്ട്. ക്ലാസ്സാണ് അതിൻ്റെ മേക്കിങ്ങും. ആ ശരിക്കും അതെ ആ ഇമോഷൻ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ക്യാരക്ടർ അഭിനയിച്ചത്, അത് നമ്മൾ കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകും. ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു, അഭിനയമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. 2.0 എന്ന് തന്നെ പറയാൻ പറ്റില്ല, നന്നായിട്ടുണ്ടായിരുന്നു. അതായത് സാധാ കണ്ടുവരുന്ന ഒരു ഇത്രയും നാൾ കണ്ടതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു കോമഡി ഉണ്ട്, സീരിയസ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിട്ട് പോയായിരുന്നു, കൊള്ളായിരുന്നു. ബാക്കിയുള്ളവർ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് അഭിനയം. സിജു വിൽസണൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതൊരു പുതിയ രീതിയാണ് സിനിമ. ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ എപ്പോഴും അങ്ങനെ കോമഡിയും ഒക്കെ നന്നായിട്ടുണ്ട്. ധ്യാൻ്റെ നല്ല ഇതായിട്ട് തോന്നിയേക്കുന്ന ഒരു സിനിമ ഇതാണ് എനിക്ക് തോന്നുന്നത്, അടുത്ത കാലത്ത് ഇറങ്ങിയേക്കണേ. ഓക്കെ, ആ പടം നല്ല പടമാണ്. ധ്യാനാണേലും മികച്ചു നിൽക്കുന്നത് നല്ല അഭിനയം. കോമഡിയും നല്ലതാണ്. പടത്തിറങ്ങിയതിലൊക്കെ നല്ലതായിരുന്നു. സൂപ്പർ വർക്കൗട്ട്. അധികം കോമഡി ഒന്നും ഇല്ല, പക്ഷെ എന്നാലും ഉള്ളത് നല്ലതാണ്. എല്ലാവരും നല്ലതായിരുന്നു. കൊള്ളാം, നല്ല പടം കൊള്ളാം. നല്ല ത്രില്ലർ പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി പടം. ആ കോമഡിയും ത്രില്ലറും എല്ലാം ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ധ്യാൻ ചേട്ടൻ്റെ കോമഡി അല്ല, ഇത് കുറച്ചുകൂടി സീരിയസ് റോളായിട്ടുള്ളൊരു ട്രാക്ക് മാറ്റി. സൂപ്പറായിരുന്നു, നല്ല പടമായിരുന്നു, നല്ലായിരുന്നു, നല്ല സൂപ്പർ അഭിനയമായിരുന്നു. 2.0 നല്ല അഭിനയമായിരുന്നു. ഡിറ്റക്റ്റീവ് മൂവി ആണെങ്കിലും നല്ലോണം കോമഡിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിലും. സെക്കൻഡ് ഹാഫിൽ ഇത്രയും കൂടി ത്രില്ലർ ആയിരുന്നു. മറ്റേ ട്വിസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമായി. ജോമോനും മറ്റേ ട്വിൻ ബ്രദറൊക്കെ നന്നായി വർക്കായി.